CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് CC മുകുന്ദൻ രാജിവെച്ചു. ബിനോയ് വിശ്വത്തിന്റെ ഉറപ്പിൽ വിശ്വാസമില്ലെന്നും മറ്റു പാർട്ടികളുടെ പിന്തുണ സ്വീകരിച്ച് സ്വതന്ത്രനായി മത്സരിക്കുമെന്നും CC മുകുന്ദൻ പറഞ്ഞു. അതേസമയം ഗീതാ ഗോപിക്കെതിരെയുള്ള ആരോപണം ആവർത്തിച്ചു. മകൾക്ക് 225 പവൻ വിവാഹ സമ്മാനമായി നൽകി. നാട്ടികയിൽ നിന്ന് പണം പിരിച്ച് തിരികെ കൊടുത്തില്ല എന്നും CC മുകുന്ദൻ പറഞ്ഞു. പിന്തുണ പ്രഖ്യാപിക്കാൻ മാത്രം എല്ലാവരും പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഞങ്ങൾ കൂടെ ഞങ്ങൾ 2 കോടിയുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഗീതായുടെ മകളെ കല്യാണം കഴിച്ചത് അവർ കൊടുത്ത സംഖ്യ 225 പവനാണ്. ഇതൊക്കെ ഞാൻ പറയാൻ പോവാണ്. ആ പറയും സമയം കിട്ടാൻ അതിനൊക്കെ സംരക്ഷണം കൊടുത്ത ആര് എന്നുള്ളത് ഞാൻ പച്ചയായിട്ട് പറയും. കൊടുത്തത് അതിന് പല സമയം കടം പിടിച്ച ആൾക്കാരുടെ അടുത്ത് വന്നിരുന്നു കാശ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് കൂടിയാണ് ആ വിഭാഗം കിടക്കുന്നത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജെയ്സൺ, പാർട്ടി സീറ്റ് നൽകിയില്ലെങ്കിൽ മത്സരിക്കുമെന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഒപ്പം പച്ചയ്ക്ക് ചില കാര്യങ്ങൾ പറയുമെന്ന് കൂടി പറയുകയുണ്ടായി. എന്തായാലും സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് ഗീതാ ഗോപിയെ മാറ്റില്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ നിലവിലെ അദ്ദേഹത്തിന്റെ ഈ നീക്കം അത് പാർട്ടിയെ എത്രത്തോളം പ്രതിരോധത്തിലാക്കും? ശ്രുതി, രാവിലെ അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് CC മുകുന്ദൻ ഉന്നയിച്ചത്. തുടർന്നിപ്പോൾ വീണ്ടും അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവും അതോടൊപ്പം തന്നെ ആരോപണങ്ങളുമായി മുകുന്ദൻ രംഗത്തെത്തുന്നു. മുകുന്ദൻ പറഞ്ഞ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം CPIയുടെ നാട്ടിക മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു എന്നതാണ്. മറ്റൊന്ന്, നാട്ടികയിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. മറ്റു പാർട്ടികളെല്ലാം പിന്തുണ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. താൻ എന്തായാലും സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. മറ്റൊന്ന്, LDFന്റെ നിലവിലുള്ള വരാൻ പോകുന്ന LDF സ്ഥാനാർത്ഥിയായ ഗീതാ ഗോപിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തുന്നു. അവരുടെ മകൾ, അതായത് ഗീതാ ഗോപിയുടെ മകളുടെ വിവാഹം നടത്തിയത് 225 പവൻ നൽകിക്കൊണ്ടാണ് എന്ന അതീവ ഗുരുതരമായ ആരോപണം പറയുന്നു. അതോടൊപ്പം തന്നെ നാട്ടികയിൽ നിന്നും വലിയ തോതിൽ ഇതിനായി പണം പിരിച്ചിരുന്നു, പണം തിരികെ കൊടുത്തില്ല, പണം കൊടുത്തവർ പരാതിയുമായി തന്നെ സമീപിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് CC മുകുന്ദൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് മുമ്പിൽ, ബൂത്തുകൾക്ക് മുമ്പിൽ, ബൂത്ത് പ്രവർത്തകർക്ക് മുമ്പിൽ താൻ അവതരിപ്പിക്കുമെന്ന് കൂടി CC മുകുന്ദൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വം ഇന്ന് ഈ വിഷയങ്ങൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ചിലരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു വാദവുമായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ നിരവധി വാഗ്ദാനങ്ങളും ഉറപ്പുകളും ബിനോയ് വിശ്വത്തിൽ നിന്ന് പലതവണ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടപ്പായില്ല എന്നതാണ് പ്രധാനമായും അദ്ദേഹം പറയുന്നത്. അങ്ങനെ CPIക്ക് നേരെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് താൻ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നു എന്ന സന്ദേശം നൽകുകയായിരുന്നു CC മുകുന്ദൻ. ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.